ഇത്രയും നദികൾ കൂടി ഇത്രയും വെള്ളം വർഷാവർഷം ഒഴുകി പോയിട്ട് പോലും നമ്മൾ ഈ വേനൽക്കാലത്ത് അനുഭവിക്കുന്ന കൊടിയ ജലക്ഷാമമാണ്. അതാണ് വാട്ടർ അതോറിറ്റി വളരെ മോശപ്പെട്ട ഒരു പ്രവണതയിലാണ് വാട്ടർ അതോറിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ ഒരു കുടവുമായി പോയി പൈപ്പിൻ്റെ മൂട്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. തടയണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പമ്പിങ് ഇതേ കണക്ക് മുടങ്ങുന്നത്. 5 ദിവസം 7 ദിവസം 5 ദിവസം കഴിയാതെ ഒരു വീട്ടുകളിലും 1 മണിക്കൂറോ അരമണിക്കൂറോ വെള്ളം വരുന്നില്ല. കാരണം എന്താ? അത് ആ എഞ്ചിനീയറിൽ ഇതേ കണ്ടുപിടിക്കേണ്ടത്. ആ എഞ്ചിനീയറിംഗ് വലിയ പരാജയമാണ് സംഭവിച്ചത്. ഇപ്പഴല്ല സാറേ വരാൻ പോകുന്ന മാർച്ച് ഏപ്രിലാണ്. വാട്ടർ അതോറിറ്റിയും കൂടെ കൂട്ടിയിരിക്കണം. അപ്പം ഈ ടാങ്കിലെ വെള്ളം കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് 5-6 പേർക്ക് കൊടുക്കും. അപ്പോൾ ആ പൈസ എഴുതിയെടുക്കാം. അതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. ചേട്ടൻ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു കുടിവെള്ള മാഫിയൊക്കെ ഉണ്ടല്ലോ. ജലസമ്പൽ സമൃദ്ധമാണ് നമ്മുടെ കേരളം. 40-ലധികം നദികളാണ് കേരളത്തെ കീറി മുറിച്ചുകൊണ്ട് നമ്മുടെ സമുദ്രത്തിലേക്ക് പോയി ചേരുന്നത്. ഇത്രയും നദികൾ കൂടി ഇത്രയും വെള്ളം വർഷാവർഷം ഒഴുകി പോയിട്ട് പോലും നമ്മൾ ഈ വേനൽക്കാലത്ത് അനുഭവിക്കുന്ന കൊടിയ ജലക്ഷാമമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ വെള്ളമൊക്കെ മര്യാദയ്ക്ക് സംഭരിച്ച് അല്ലെങ്കിൽ ഇത് വിനിയോഗം ചെയ്യാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ജലക്ഷാമം നമുക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. കാരണം ഇത്രയും സമ്പൽ സമൃദ്ധമാണ്. സഹ്യപ്രതി ഇത്രയും നദികൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കടലിലേക്ക് ഒഴുകി വെള്ളം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഒരു കുടവുമായി പോയി പൈപ്പിൻ്റെ മൂട്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഇതാണ് അവസ്ഥ. ചേട്ടാ, ഇത് ശരിയാണോ? ഈ പറയുന്നതൊക്കെ ശരിയാണോ? ശരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം പമ്പിട്ടാണ് അടിച്ച് കയറ്റിയത്. രക്ഷയില്ല, ഇവിടെ വെള്ളം കിട്ടത്തില്ല. ഈ തടയണയുടെ വിഷയമാണോ? ആണ്. ഞങ്ങൾ എന്തായാലും വാട്ടർ അതോറിറ്റി പോകും, അവിടെ ചോദിക്കും. ചോദിക്കാം. ഈ തടയണ ഇല്ലാത്തതുകൊണ്ടാണോ ഈ അഞ്ചുതെങ്ങ് ആ ഭാഗത്തേക്ക് വർക്കല ഭാഗത്തേക്കൊന്നും വെള്ളം പോകാത്തത്? ഇവിടെ നിന്ന് പമ്പ് ചെയ്താലേ അങ്ങോട്ട് പോകത്തുള്ളൂ. അതിന് വെള്ളം കിട്ടണ്ടേ? വേറെ ആ ഭാഗത്തൊന്നും പമ്പ് ഹൗസ് ഒന്നും ഇല്ലേ? ഇല്ല. ഇവിടെ മാത്രമേ ഇവിടെ നിന്ന് വെള്ളമാണ് പോകുന്നത്. എൻ്റെ ഈ പിറകിൽ കാണുന്ന മാവൻര നദി, അതുപോലെ തന്നെ ഈ പമ്പ് ഹൗസ് ഇവിടെയായിരുന്നു ഒരു 8-9 വർഷം മുന്നേ. ഇവിടെ തടയണ കെട്ടി വെള്ളം തടഞ്ഞ് ഈ പറയുന്ന പമ്പ് ഹൗസിൽ വെള്ളം ശേഖരിച്ചതിന് ശേഷമായിരുന്നു അഞ്ചുതെങ്ങ് ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ വെള്ളം വിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ 8 വർഷമായി ഇത് മുടങ്ങി. ഇപ്പോൾ ചെയ്യുന്നില്ല. പകരം പൂവമ്പാറ പാലത്തിന് സമീപമാണ് ഇപ്പോൾ അവിടെ തടഞ്ഞ് വെള്ളം ശേഖരിക്കുന്നത്. ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കുമോ ഈ പറയുന്ന 8 വർഷമായി അഞ്ചുതെങ്ങ് ഭാഗത്തേക്കും വർക്കല ഭാഗത്തേക്കും ഒക്കെ വെള്ളം കിട്ടാത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിൻ്റെ മറുപടി അന്വേഷിച്ചാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോഴേ അതിൻ്റെ നടപടി സ്വീകരിച്ച് കഴിഞ്ഞാൽ ഈ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനാവും. ചേട്ടാ, അങ്ങനെ ചേട്ടാ കാര്യം ശ്രീരംഗൻ ചേട്ടനാണ്. ചേട്ടാ, ഇതാണ് സംഭവം. എന്താണ് ചേട്ടാ? ഞാൻ യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമാണ്. എൻ്റെ സ്ഥലം ഇവിടെയാണ്. പക്ഷേ ഇവിടെ ഈ പമ്പ് ഹൗസുകൾ ഇത് ഒന്നല്ല, ഇതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. ഈ ഭാഗങ്ങളിലെല്ലാം വെള്ളം പോകുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നത് ഇവിടെ തടയണ. ഈ ഉണക്ക് കാലമാകുമ്പോൾ ജനുവരി മാസത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ ഒരു തടയണ നിർമ്മിക്കുമായിരുന്നു. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അത് എനിക്ക് തോന്നുന്ന ഒരു 20 ലക്ഷം രൂപ വരെ ആ ഫണ്ടിന് അത് ഗവൺമെൻറ് വിനിയോഗിക്കുമായിരുന്നു. ഇവിടെ പമ്പിങ് ശരിയായ രീതിയിൽ നടത്താൻ പറ്റുന്ന കാര്യം വെള്ളമില്ല. ഈ വെള്ളം കെട്ടി നിന്നിരുന്നുവെങ്കിൽ ഈ വെള്ളം നമുക്ക് അഞ്ചുതെങ്ങ്, വർക്കല, ആറ്റിങ്ങൽ ടൗൺ ഭാഗങ്ങളിലെല്ലാം യഥേഷ്ടം പോകാൻ പറ്റും. പക്ഷേ അതിപ്പം ഇല്ല. ഇല്ലാതെ വന്നപ്പോൾ എന്ത് പറ്റി? വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ രൂക്ഷം. ഇപ്പം ഈ വരൾച്ച വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴേ വെള്ളത്തിൻ്റെ ക്ഷാമം വളരെ രൂക്ഷമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പൂവമ്പാറ ഇപ്പോൾ ബണ്ട് കെട്ടിയെന്ന് പറയുന്നു. ഇവിടെ ഈ തടയണ കെട്ടാത്തത് കൊണ്ടാണോ? എന്താണ് എൻ്റെ വാസ്തവം എന്ന് പറഞ്ഞാൽ? അല്ല, വാസ്തവം ഇവിടെ തടയണ കെട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 100% അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ തടയണ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പമ്പിങ് ഇതേ കണക്ക് മുടങ്ങുന്നത്. 27 മണിക്കൂറും പമ്പിങ്ങാണ്. പക്ഷേ ഇപ്പം ഒരു അരമണിക്കൂർ ഇല്ലെങ്കിൽ 1 മണിക്കൂർ പമ്പിങ് ആവും. അപ്പം പിന്നെ അതനുസരിച്ചല്ലേ വെള്ളം പോകും. ഡിസംബർ അവസാനം ഉപ്പുവെള്ളം കയറും. അപ്പോൾ ഉപ്പുവെള്ളം കയറിക്കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ ഇത് കേട് സംഭവിക്കും. അതുകൊണ്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കൂടെ വേണ്ടിയാണ് ഈ തടയണ ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം ആ തടയണ അവരെന്ത് ചെയ്തേക്കുന്നു? പൂവമ്പാറ പാലത്തിന് താഴെ സ്ഥിരം ബണ്ടുണ്ടാക്കി. ആ സ്ഥിരം ബണ്ടുണ്ടാക്കിയപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കില്ല. 5 ദിവസം 7 ദിവസം 5 ദിവസം കഴിയാതെ ഒരു വീട്ടുകളിലും 1 മണിക്കൂറോ അരമണിക്കൂറോ വെള്ളം വരുന്നില്ല. കാരണം എന്താ? ഇവിടെ നിന്നുള്ള പമ്പിങ് കുറയാൻ കാരണം എന്താ? വെള്ളം സ്റ്റോർ ചെയ്ത് നടത്തുന്നില്ല. ഇതാണ് വിഷയം. ഈ വാമന നദി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഒരുപാട് നദികളുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണ്.
ഈ വാമന നദിയിൽ കൂടി എത്രയോ ലക്ഷം ലിറ്റർ വെള്ളമാണ് ഒഴുകി ഇങ്ങനെ കടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് സംഭരിച്ച് ജനങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു ശേഷി, അങ്ങനെ ഒരു ക്രിയാത്മകമായ സംഭവമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ മാർച്ച് ഏപ്രിൽ വരെ കാത്തിരിക്കാതെ ഞങ്ങൾ ഈ വാർത്ത ഇപ്പോൾ ചെയ്യുന്നത്. അതിനുവേണ്ടി മാത്രമാണ്. ഇപ്പോഴെങ്കിലും ശരിയായ നടപടി സ്വീകരിച്ചാൽ മാത്രമേ, ഒരു പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സംഭരണ ശേഷി എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിൽ പോലും ഒരു ക്രിയാത്മകമായ മുൻകൂട്ടി കണ്ടുകൊണ്ട് വരും മാസങ്ങളിലെ വേനൽ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു നടപടി ഉണ്ടായാൽ മാത്രമേ ഒരു പക്ഷേ ഈ പറയുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കണ്ണീര് നമുക്ക് കാണാതിരിക്കാൻ പറ്റൂ. അവരൊക്കെ വെളുപ്പാങ്കാലത്തൊക്കെ എണിച്ച് പോയി ഈ പൈപ്പിൻ്റെ മുകളിലൊക്കെ നിന്ന് നിലനിൽക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടല്ലോ. കുടിവെള്ളമാണ്. പറഞ്ഞോട്ടെ. ഒന്നും കൂടെ, ഇത് യഥാർത്ഥത്തിൽ ഇവിടെ തടയണ നിർമ്മിക്കാതിരിക്കുന്നത് ഈ കൺട്രാക്ടർമാരെ സഹായിച്ച് ഈ മലിന വെള്ളം ഇവരുടെ ടാങ്കുകളിൽ കൊണ്ടുപോയി കൊടുക്കും. ഈ ടാങ്കുകളിൽ കൊണ്ട് കൊടുക്കാൻ വാട്ടർ അതോറിറ്റിയും കൂടെ അതിന് കൂട്ടിവയ്ക്കുകയാണ്. വാട്ടർ അതോറിറ്റിയും കൂടെ കൂട്ടിവയ്ക്കുകയാണ്. അപ്പം ഈ ടാങ്കിലെ വെള്ളം കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് 5-6 പേർക്ക് കൊടുക്കും. അപ്പോൾ ആ പൈസ എഴുതിയെടുക്കാം. അതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും കൂടെ കൂട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം ഇവിടെ ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു മാഫിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കിട്ടാതെ ആളുകൾ പരക്കം പാഞ്ഞ് ഓടുന്നു. ടാങ്കിൽ എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും തോട്ടുന്ന ഏതെങ്കിലും കുളത്തുനിന്ന് അവർ വെള്ളം നിറച്ചിപ്പം 100 ലോഡ് വെള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എഴുതി വിട്ടാൽ മതി, സർക്കാരിൽ നിന്ന് അതിൻ്റെ ഫണ്ട് കിട്ടും. അതിനും കൂടെയാണ് ഈ തടയണ ഇവിടെ നിർമ്മിക്കാത്തത്. ഇവിടെ എന്തുകൊണ്ട് ഇത്രയും ടാങ്കുകൾ ഉള്ള ഈ സ്ഥലത്ത് കടവിൽ ഇത് രാജാവ് നിർമ്മിച്ച കടവല്ല. ഈ കടവിൻ്റെ പേരെന്താണ്? ഇത് ആറാട്ടുകടവ്. അവനവൻ ശരി, ആറാട്ടുകടവ്. ഇപ്പം പിന്നെ മുനിസിപ്പാലിറ്റി ഇപ്പം നമ്മളെ ഒരു വാർഡ് തിരഞ്ഞെടുപ്പിൽ പോലും ആറാട്ടുകടവ് വാർഡെന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പം ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജാക്കന്മാർ നിർമ്മിച്ച ഇതാണ്. നിങ്ങൾ അറിഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചേട്ടൻ പറയുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു കുടിവെള്ള മാഫിയൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ തടയണ ഉണ്ടായിരുന്നു? ഈ തടയണ ഇപ്പം നിർമ്മിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഇവരെ സഹായിക്കാൻ വേറെ അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ തടയണ ഈ പൂവമ്പാറ ഭാഗത്തുള്ള പാളത്തിൻ്റെ ഭാഗത്തുള്ള പമ്പ് ഹൗസ് ഒന്നുമില്ല. അവിടെ പമ്പ് ഹൗസ് ഇല്ലല്ലോ. അവിടെ ആ ഭാഗത്ത് പമ്പ് ഹൗസേ ഇല്ലല്ലോ. പമ്പ് ഹൗസ് ഉള്ളത് ഇവിടെ ഈ ഭാഗത്ത് മാത്രമല്ലേ ഉള്ളൂ. ഈ ഭാഗം കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പമ്പ് ഹൗസ് ഈ മേഖലയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി. എന്തായാലും ചേട്ടൻ്റെ ആരോപണം, ചേട്ടൻ്റെ നാട്ടുകാരുടെ ആരോപണം ഞങ്ങൾ ഇന്നലെ വാട്ടർ അതോറിറ്റിയിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അടുത്ത എഞ്ചിനീയറുമായിട്ട് സംസാരിക്കാം. സാറേ, എഞ്ചിനീയർ ഉണ്ടോ? വേറെ അടുത്ത നെക്സ്റ്റ് അതോറിറ്റി ആരാണ്? എഞ്ചിനീയർ അല്ല, ഞാൻ വന്ന വേറെ കാര്യം, നമ്മുടെ ഈ ആറാട്ട് കടവില്ലേ, എന്നെ മനസ്സിലായോ? ഞാൻ മറുനാടൻ റിപ്പോർട്ടറാണ്. അപ്പോൾ ഈ ആറാട്ട് കടവിൽ പണ്ട് 8-9 വർഷം മുമ്പ് തടയണ കെട്ടിയിട്ടാണ് വെള്ളം സേവിച്ചുകൊണ്ടത്. 8-9 വർഷമായിട്ടൊന്നും ഇല്ല. അവിടെ നിന്നുള്ള വെള്ളമാണ് അഞ്ചുതെങ്ങും ഭാഗത്തേക്കല്ല പൊക്കോണ്ടിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ തടയണ കെട്ടാത്തതെന്നും അല്ലെങ്കിൽ പൂവമ്പാറ കെട്ടിയിടുന്ന പ്രയോജനം മനസ്സിലാവും. പൂവമ്പാറ കെട്ടി പ്രയോജനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആൾക്കാർ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്നെ അഞ്ചുതെങ്ങ് പ്രസിഡന്റൊക്കെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് സംസാരിക്കാൻ എൻ്റെ അടുത്ത്. സാറേ നമസ്കാരം. സാറേ, ഞാൻ മറുനാടൻ മലയുടെ റിപ്പോർട്ടറാണ്, ശ്രീത്ത് മാരാർ. ഇപ്പോൾ അവിടെ തടയണ കെട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ആ ഒരു പമ്പ് സെറ്റിൻ്റെ പ്രവർത്തനം നിലച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടൊന്ന് വെള്ളം കിട്ടാത്തതെന്ന് പരാതി. ജലം പാഴായി പോകുന്ന സ്ഥലത്ത് നമ്മൾ ഈ മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുടിവെള്ളത്തിന് വേണ്ടി കിടന്ന് നെട്ടോട്ടോടുന്ന കാഴ്ച കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളിപ്പോൾ അന്ന് മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എന്തുകൊണ്ട് ഈ ആറാട്ട് കടവിലെ തടയണ എന്തുകൊണ്ട് സാറേ അത് ഒഴിവാക്കിയത്? ആറാട്ടുകടവിൽ തടയണ ഇപ്പൊ നേരത്തെ പാലത്തിന്റെ അവിടെ ഒരു ഇതുണ്ടല്ലോ, ഇറിഗേഷൻ ചെയ്ത ഒരു ഇതുണ്ടല്ലോ, സ്ട്രക്ചർ ഉണ്ടല്ലോ. പക്ഷെ അതുകൊണ്ട് ഫലപ്രദം ആ ഒരു പദ്ധതി അതുകൊണ്ട് വെള്ളം കിട്ടാതെ ഒരു സ്റ്റേജ് ഇപ്പൊ അവിടെ വരുന്നില്ല. ഇപ്പഴല്ല സാറേ വരാൻ പോകുന്ന മാർച്ച് ഏപ്രിലാണ്. നമ്മൾ ആ സമയത്ത് കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. ഇപ്പോഴെന്ന് ശ്രദ്ധിച്ചാലേ കാര്യമുള്ളൂ. സാറേ, ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ആലോചിച്ചിട്ട് കാര്യമല്ലോ. ഇത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ആലോചിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ. കാരണം ജനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പൊ എന്നെ ജനങ്ങൾ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് പോയത്. സാറേ, എല്ലാ മാർച്ച് ഏപ്രിലിലും നിങ്ങളുടെ ഈ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഓരോ ഖരാവയും ഓരോ നിരാഹാരവും ഞാൻ വന്ന് ഷൂട്ട് ചെയ്യുന്ന ആളാണ്.
ഞാൻ വർഷങ്ങളായിട്ട് അതിൽ കാണുന്ന ആൾക്കാരാണ്. മീൻസ് അഞ്ചുതങ്കിൽ നിന്ന് വരെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ വന്ന് പിന്നെ ഖരാവ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കാലം ആ ഒരു അവസരം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അതെ അതെ, നിങ്ങൾ പറഞ്ഞ നോക്കാം എന്താണെന്ന് ചെയ്യാം. അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാകുന്നത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് ആലോചിക്കട്ടെ, ചെയ്യാം. ഓ ശരി സാറേ, ശരി സാറേ. ഇപ്പം അവിടുത്തെ ആറാട്ടടവിൽ ഇപ്പൊ എനിക്ക് അറിയാൻ വയ്യ, അതാണ് ഞാൻ സംശയം പറഞ്ഞത്. അല്ല, ആറാട്ടടവിൽ ഇതേപോലെ 8 വർഷം മുന്നേ തടയണം ഉണ്ടായിരുന്നു. അതിപ്പോ അപ്പൊ ഇല്ല. രണ്ടും കൂടെ ചേർത്തൊക്കെ ആയിരിക്കും ഇപ്പൊ ചെയ്യുന്നത്. അതായത് ആ പോയിന്റ് മാറ്റിയിട്ടുള്ളത്. വ്യക്തമായ മറുപടി സാറിനില്ലേ? അല്ല, അത് അങ്ങനെ പറയാൻ ഒക്കില്ല. ഐറ്റിമാരാണ് അവരെ പ്രപ്പോസൽ തരുന്നത്. അതനുസരിച്ചാണ് ഇവിടെ നിന്ന് പാസ്സാക്കി വിടുന്നത് ഡിവിഷൻ. നമ്മളല്ല പ്രപ്പോസൽ തയ്യാറാക്കി. ഓ ശരി സാർ. എന്തായാലും സാർ ഈ ഒരു വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയം സാറിന് ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ഓ എനിക്ക് ഞാൻ സാറിനെ കാണാൻ വന്നത്. ഓ ശരി സാറേ, ഓക്കെ സാർ, ഓക്കെ സാർ, ശരി ശരി, ഓക്കെ സാർ. ഇത് നിങ്ങളല്ല ഇത് തടയണം കെട്ടേണ്ടത്, അത് മുനിസിപ്പാലിറ്റിയാണ് കെട്ടി തരേണ്ടത്. ഇവിടെയുള്ള ലോക്കൽ ആളുകൾക്ക് അറിയാവൂ അവിടെ തടയണം എന്നുള്ള പ്രയോജനം. ഇപ്പം നമ്മൾ വിളിച്ചതും അദ്ദേഹം ഇവിടെയുള്ള നാട്ടുകാരനല്ല, അദ്ദേഹത്തിനും അറിയാൻ പറ്റില്ല. അഞ്ചുതെങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ലജു സാർ ഇപ്പോൾ നമ്മളിപ്പം ചേരുകയാണ്. സാറേ, ഈ പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് വിഷയം രൂക്ഷമാവും. അതുകൊണ്ടാണ് ജനുവരി തന്നെ ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്നത്. എന്തെങ്കിലും ക്രിയാത്മകമായ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കണം. കാരണം പിന്നെ അങ്ങോട്ട് പോയിട്ട് വെള്ളമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. ഒരു ശാസ്ത്രീയമല്ലാത്ത രീതിയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആ മെയിൻ ടാങ്കിൽ നിന്നും വെള്ളം നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് വരേണ്ടുന്ന പൈപ്പിലേക്ക് പോയിരിക്കുന്നത് 300 mm പൈപ്പാണ്. എന്നിട്ട് പഞ്ചായത്ത് റോഡിലേക്ക് വന്നിരിക്കുന്ന പൈപ്പ് 500 പൈപ്പാണ്. സ്വാഭാവികമായും മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി ചെറിയ ഫോഴ്സിൽ വരികയും വലിയ പൈപ്പിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡൗൺ ആവുകയുള്ളൂ, പമ്പയും പ്രഷർ ഉണ്ടാവില്ല. അത് ആ എഞ്ചിനീയറിൽ ഇതേ കണ്ടുപിടിക്കേണ്ടത്. ആ എഞ്ചിനീയറിംഗ് വലിയ പരാജയമാണ് സംഭവിച്ചത്. പക്ഷേ എന്തായാലും നമ്മൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഫലമായി അവരത് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടും അത് തിരുത്തി അവിടെ ഇപ്പോൾ അത് പ്രത്യേകം പണി ചെയ്തുകൊണ്ട് ഇപ്പോൾ അത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് വീണ്ടും അത് തിരിച്ച് വീണ്ടും ചെയ്യേണ്ട സാഹചര്യം അതിനകത്തുണ്ടാകുകയാണ്. കാര്യം ഉണ്ടാകുന്ന വെള്ളം ഇല്ല, ദീർഘവീക്ഷണം മാത്രമല്ല, ഒരു പ്ലാനിങ് ഇല്ല. ഇതൊരു ദീർഘവീക്ഷണത്തിൻ്റെ ആവശ്യമില്ല. ദീർഘവീക്ഷണം നമ്മൾ സംഭരിക്കുക എന്നുള്ള ദീർഘവീക്ഷണം ഇതല്ല. സംഭരിച്ച വെള്ളം വിതരണം ചെയ്യാൻ വേണ്ടി അവരുപയോഗിച്ച മാർഗം ചെറിയ പൈപ്പിൽ നിന്നും വലിയ പൈപ്പിലേക്ക് വെള്ളം കണക്ട് ചെയ്യുന്നതിന് ഒരു ശാസ്ത്രീയമായതല്ല. ഏത് സാധാരണ 10ാം ക്ലാസ് പഠിച്ചുള്ള കുട്ടിക്കും അറിയാം, അങ്ങനെ പോയാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും, 5 തെങ്ങുള്ള പ്രദേശത്ത് വെള്ളം എത്തില്ല. അപ്പോൾ ഇത് ബോധപൂർവമാണോ എന്താണോ, എന്തായാലും അങ്ങനെ ഒരു അപകടപരിപരിതമായ ഒരു പ്രവൃത്തിയാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഉണ്ടായത്. അതിപ്പോൾ തിരുത്തി. അത് പക്ഷേ അധിക ചിലവാണ്. തിരുത്തുമ്പോൾ അന്നുകൂടി ചെയ്യാവുന്ന കാര്യം വീണ്ടും അതിൻ്റെ സോഴ്സ് എന്താ, അതെന്താണ്, അവരുടെ എയിം എന്താണെന്നുള്ള മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊരു മോശപ്പെട്ടൊരു പ്രവണതയാണ് നടത്തുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ യഥാസമയത്ത് ഗവൺമെൻറ് ചെയ്യേണ്ട പദ്ധതികളെ സംബന്ധിച്ചായാലും നടക്കേണ്ട പ്രവർത്തികളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർ ലാഗ് ചെയ്യിക്കുന്നുണ്ട്. അതെന്തെന്ന് അറിയാൻ കഴിയില്ല. അതാണ് വാട്ടർ അതോറിറ്റി വളരെ മോശപ്പെട്ട ഒരു പ്രവണതയിലാണ് വാട്ടർ അതോറിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. പൈപ്പ് സമയത്ത് കേടായ പൈപ്പുകൾ സമയത്ത് മാറ്റാറില്ല, സമയത്ത് ലീക്ക് പരിഹരിക്കാറില്ല. അവരൊരു പ്രത്യേക ലോകത്ത് നിൽക്കുന്ന അനുഭവമാണ്. അതിനകത്തൊന്നും ഈ വീക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവരാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ആ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മണ്ണ് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഞങ്ങളുടെ ജില്ലാ ഡിവിഷൻ മെമ്പറായിരുന്നു ആർ സുഭാഷ്, അദ്ദേഹം ബോർഡ് മെമ്പർ കൂടിയാണ് ഇതിൻ്റെ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഡിവിഷനിനകത്ത് വരുന്നതാണ്, ഒന്ന് പെട്ടെന്ന് ചെയ്യണം, അവിടുത്തെ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സ്ഥാപനം 3 മാസം താമസിപ്പിച്ച് എസ്റ്റിമേറ്റ് തരാൻ ഇത്രയും വാശിയോടുകൂടി വൈരാഗ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി വാട്ടർ അതോറിറ്റിയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും മാറുന്ന സ്ഥിതിയാണ് കണ്ടിട്ട് വളരെ അപലപനീയം തന്നെയാണ്. അത് പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. അവിടെ പ്രതികരിക്കേണ്ടിയും വന്നു പോയിട്ടുണ്ട്. നമുക്ക് അഞ്ചുതെങ്ങിലെ ജനങ്ങൾക്ക് വേണ്ടി പലപ്പോഴും വാട്ടർ അതോറിറ്റി മുമ്പിൽ സമരം ചെയ്യുന്ന രവിചേട്ടൻ്റെ പരിചയം, അങ്ങനെയാണ് ചേട്ടനെ പരിചയപ്പെട്ടിട്ടുള്ളത്. രവിചേട്ടാ, ഏകദേശം 40 നദികളാണ് കേരളത്തെ കീറി മുറിച്ച് സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കാകെ 3 മാസമേ ഉള്ളൂ ഈ ഒരു ജലത്തിൻ്റെ പ്രശ്നം വരുന്നത്. അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ലേ, മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ മഴയുടെ സമയം, ജൂണൊക്കെ മഴയാവും. ഈ ഒരു 3-4 മാസത്തെ വിഷയം. ബാക്കിയുള്ള എല്ലാ മാസവും നമുക്കിവിടെ മഴയുണ്ട്, ഇത്തിരി വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു 3 മാസത്തേക്ക് നമുക്ക് സംഭരിക്കാനോ അല്ലെങ്കിൽ വിതരണം ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾ ഈ പറയുന്ന വാട്ടർ അതോറിറ്റിക്കൊന്നും ഇല്ലെങ്കിൽ ഇത് ദീർഘവീക്ഷണമില്ലായ്മയല്ല എന്നല്ലാതെ എന്താ പറയുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, എപ്പോഴും മഴ ഉണ്ടാകാം. ആ മഴയെ നമുക്ക് സംഭരിച്ച് നിർത്തി ഇത്രയും വെള്ളം കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടാകില്ല. അതിന് ഒരുപാട് കപ്പാസിറ്റിലെസ് ഉണ്ടാകും. നമുക്കുള്ളത് ഇതാണ്, ഉള്ള ടാങ്കിനെ നമുക്ക് ആ വേനൽക്കാലമാകുമ്പോൾ ഉള്ള വെള്ളം സംഭരിക്കണം, അതിനെ തടഞ്ഞു നിർത്താൻ കഴിയണം. അതിനെ തടഞ്ഞു നിർത്തി നമുക്ക് ശുദ്ധജലമാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകണം.